വേദങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ജാതികളെയും കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥ, ജനനം, അതുമല്ലെങ്കിൽ തൊഴിൽ നില അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങൾ പുരാതന കാലം മുതൽ ഭാരത ഭൂഖണ്ഡത്തിന്റെ സാമൂഹിക ഘടനയുടെ ഭാഗമാണ്. മറ്റു ദൈവങ്ങളാൽ ബലിയർപ്പിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന പുരുഷദേവനിലൂടെ വേദങ്ങളിൽ കാണപ്പെടുന്ന ഒരു ശ്ലോകത്തിൽ നിന്നാണ് ജാതി ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് പുരുഷന്റെ മനസ്സ് ചന്ദ്രനും, കണ്ണുകൾ സൂര്യനും, ശിരസ് ആകാശവും, പാദങ്ങൾ ഭൂമിയുമായി. പുരുഷദേവന്റെ ത്യാഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആളുകളുടെ ഗോത്രങ്ങൾ വിവരിക്കുന്ന ഭാഗം ജാതി വ്യവസ്ഥയുടെ ആദ്യ സൂചനയാണ്. പുരുഷദേവന്റെ വായിൽ നിന്നാണ് ബ്രാഹ്മണർ അഥവാ പുരോഹിതന്മാർ ഉത്ഭവിച്ചത്. ക്ഷത്രിയന്മാർ അല്ലെങ്കിൽ യോദ്ധാക്കൾ പുരുഷന്റെ കൈകളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. വൈശ്യർ അല്ലെങ്കിൽ ഭൂവുടമകൾ, വ്യാപാരികൾ തുടങ്ങിയ സാധാരണക്കാർ പുരുഷന്റെ തുടകളിൽ നിന്ന് ഉത്ഭവിച്ചു. ശൂദ്രർ അഥവാ തൊഴിലാളികളും വേലക്കാരുമായവർ പുരുഷന്റെ പാദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന യഥാർത്ഥ 4 ജാതികളെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണം അല്ലെങ്കിൽ വർഗ വ്യവസ്ഥയുടെ രൂപത്തിൽ ഇന്ന് ജാതികൾ നിലനിൽക്കുന്നു. ചരിത്രപരമായി വർണ്ണ സമ്പ്രദായത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദളിതർ എന്നറിയപ്പെടുന്ന 5ാമത്തെ വിഭാഗത്തെ പുറത്താക്കുകയും തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കുകയും ചെയ്തു. ഭാരതത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ ഫലമായാണ് ഇന്ന് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെന്ന് കരുതപ്പെടുന്നു. ഭാരതീയ സമൂഹത്തിലെ നിരവധി ആളുകൾ ഈ സമ്പ്രദായത്തെ നിരാകരിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കർ, അഹിംസാത്മക ഭാരതത്തിന്റെ ആദരണീയനായ നേതാവായ മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖ പുരോഗമന പ്രവർത്തകരുടെ സാമൂഹ്യ നീതി പ്രചാരങ്ങളുടെ കേന്ദ്രമായിരുന്നു സ്വാതന്ത്ര്യ പ്രസ്ഥാനം.